അനാദരവ് കാട്ടുന്നവർക്കെതിരെ പോരാടുകയാണ് കോട്ടയം പാലാ സ്വദേശി എബി ജോസ്. വ്യക്തികളും സ്ഥാപനങ്ങളും ദേശീയ പതാകയുടെ മഹത്വം മറന്ന് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമ പോരാട്ടമാണ് ഇദ്ദേഹത്തിന്റേത്. ദേശീയ പതാകയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണർത്താൻ മിഷൻ ഫ്ളാഗ് എന്ന പേരിൽ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എബി. കായിക താരങ്ങളായ സാനിയ മിർസ, സച്ചിൻ ടെണ്ടുൽക്കർ, സിനിമാ താരങ്ങളായ ശ്വേതാ മേനോൻ, മന്ദിര ബേദി എന്നിവർ ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചപ്പോൾ ശബ്ദമുയർത്തിയ ആളാണ് എബി ജോസ്. ദേശീയ പതാകയുടെ മഹത്വം ഉയർത്തിക്കാട്ടാനും പതാക അവഹേളിക്കുന്ന തടയാനുമുള്ള നിരന്തരമായ ശ്രമത്തിലാണ് എബി. ഏറ്റവും ഒടുവിൽ ബീജിംഗ് ഒളിമ്പിക്സിലെ മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾ ദേശീയ പതാക പുതച്ചതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയാണ് ഇദ്ദേഹം. 150ഓളം പരാതികൾ ഇത് സംബന്ധിച്ച് പലയിടങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളോടും നമ്മൾ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ തിരുത്താൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അവരോട് തന്നെയാണ് ആദ്യം നമ്മൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അത് അവർ തിരുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലാതെ ആരെ ഉപദ്രവിക്കുന്ന ഒരു നടപടിയിലോട്ട് പോകല്ല, അവരെ ബോധവൽക്കരണത്തിലൂടെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. പട്ടാളക്കാരനായ അച്ഛനിൽ നിന്നുമാണ് ദേശസ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കിയെന്ന് എബി പറഞ്ഞു. ശശി തരൂരിന്റെ നോവലിന്റെ പുറംചട്ട, അന്യൻ സിനിമയുടെ പോസ്റ്റർ, ബാബുവൻ പാലിശ്ശേരി MLAയുടെ വെബ്സൈറ്റ് എന്നിവിടങ്ങളിൽ ദേശീയ പതാക വികലമായി ഉപയോഗിച്ചതിന്റെ എബി പരാതി നൽകിയിരുന്നു. തെറ്റു മനസ്സിലാക്കിയവർ ഇവയെല്ലാം പിൻവലിക്കുകയും ചെയ്തു. ദേശീയ പതാകയെപ്പറ്റി പൊതുജനങ്ങളിൽ അവബോധം വളർത്താൻ മിഷൻ ഫ്ളാഗ് എന്ന പേരിൽ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എബി. ദേശീയ പതാകയെ അവമാനിക്കുന്നവരെ 3 വർഷം ശിക്ഷിക്കാനോ പിഴയൊടുക്കാനോ അല്ല എബിയുടെ പോരാട്ടം. ഭരണഘടന പറയും പോലെ മാന്യമായ സ്ഥലത്ത് മാന്യമായ രീതിയിൽ ദേശീയ പതാക ഉയർത്തണമെന്ന് മാത്രമാണ്. ഇന്ത്യ വിഷൻ, കോട്ടയം. സുപ്രീം